ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമാകുന്ന അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ മോമോസ് ആണ്. മോമോസ് നമുക്ക് ഫ്രൈ ചെയ്തും ആവിയിൽ വേവിച്ചും എടുക്കാം. ഞാനിവിടെ ആവിയിൽ വേവിച്ചെടുക്കുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് തയ്യാറാക്കാൻ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം മോമോസിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് ചേർന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായി കുഴച്ചെടുക്കണം. മാവിന് ഒരു മയം കിട്ടാൻ വേണ്ടി ഞാൻ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ സ്നാക്കൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ആ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് എടുത്തു നിൽക്കും. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് അരമണിക്കൂർ മൂടി വയ്ക്കാം. അല്ലെങ്കിൽ ഒരു നനഞ്ഞ കോട്ടൺ തുണി കൊണ്ട് മൂടി വെച്ചാലും മതിയാവും. ഈ സമയം നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ളത് ചെയ്തെടുക്കാം. അതിനായി ഞാൻ 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 1.5 സവോള, 1 പച്ചമുളക്, ആവശ്യത്തിന് മല്ലിയില, പിന്നെ സ്പ്രിംഗ് ഓണിയൻ. ഇത്രയുമാണ് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ആദ്യം ഗ്രൈൻഡറിലേക്ക് സവോള ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ചെറുതായി അടിച്ചെടുക്കണം. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് വേണ്ടത്. കൂടുതലായി അരഞ്ഞു പോകരുത്. പിന്നീട് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ അരച്ചെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരുവിധം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ കൂടുതൽ പേസ്റ്റ് പരുവത്തിലായി പോകരുത്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച സവോളയുടെ മിക്സിയിലേക്ക് ചിക്കൻ കൂടെ ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞ് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർക്കാം. പിന്നെ ചെറുതായി അരിഞ്ഞ സ്പ്രിംഗ് ഓണിയനും മല്ലിയിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കഴിഞ്ഞ് കുറച്ച് നാരങ്ങ നീര് കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ കുഴച്ചെടുക്കണം. ഞാനിത് ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ തിന്നായി പോകരുത്. എന്നാൽ അധികം തിക്കാവാത്ത രീതിയിൽ എടുക്കാനും ശ്രദ്ധിക്കണം. ഈ ഒരെണ്ണത്തിൽ നിന്ന് ഞാൻ 3 റൗണ്ട് ഷേപ്പ് വരെ എടുക്കുന്നുണ്ട്. അങ്ങനെ ബാക്കി മാവൊക്കെ ചെയ്തെടുക്കണം. ഇങ്ങനെ ഒരു പാത്രമോ അല്ലെങ്കിൽ ഗ്ലാസോ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ട് തിരിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്കിനി മോമോസിൻ്റെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡ് ചെറിയ രീതിയിലൊന്ന് വലിച്ചു കൊടുക്കണം. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത ഫില്ലിംഗ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇത് കഴിഞ്ഞ് നമുക്കിങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് മോമോസിൻ്റെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. ഞാനിവിടെ ഈ മോമോസ് വേവിച്ചെടുക്കാനായി എഗ് ബോയിലർ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഡ്ഡലിത്തട്ടിലായാലും ചെയ്തെടുക്കാം.
ഇതിന് മുകളിലേക്ക് വാട്ടിയെടുത്ത വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ മോമോസ് വീതം വെച്ച് കൊടുക്കാം. മോമോസ് അടുപ്പിച്ച് വെച്ച് കൊടുക്കരുത്, കാരണം ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു എഗ് ബോയിലറിൽ നമുക്ക് അറ്റ് എ ടൈമിൽ 5 എണ്ണം വരെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആവിവെള്ളം വീഴാതിരിക്കാൻ വേണ്ടി അടുത്ത വാഴയില കൂടി വെച്ച് മൂടി വയ്ക്കാം. ഇതിനായിട്ട് കുക്കറിൽ പകുതിയോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് മൂടി വയ്ക്കാം. ആവി വരുമ്പോഴേക്കും എഗ് ബോയിലർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കുക്കറിൽ നിന്നും മാറ്റാം. അപ്പോൾ നമ്മുടെ മോമോസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്തുകൂടെ കാണിക്കാം. ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെയുള്ള ടേസ്റ്റി ആയിട്ടുള്ള മോമോസ് ചട്നി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. ബൈ ബൈ.